Hi, welcome to Dr. Safa's Home Clinic. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഞാൻ എങ്ങനെ എൻ്റെ ക്ലിനിക്ക് സെറ്റ് ചെയ്തു, ആ ഒരു സ്റ്റോറിയും അപ്പോൾ ഉണ്ടായ സ്ട്രഗിൾസും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അതുപോലെ എത്ര എക്സ്പെൻസ് ആയി ആൻഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ വീഡിയോ ലാസ്റ്റ് വരെ കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സൈറ്റ് കാണാനാണ് പോയത് കേട്ടോ. ഫസ്റ്റ് തന്നെ ക്ലിനിക്ക് സെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് റെൻറ്റ് ഒരുപാട് കൊടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യണമെന്ന് താല്പര്യമില്ലായിരുന്നു. കാരണം നമ്മൾ ഫസ്റ്റ് ബിഗിനേഴ്സായിട്ട് ഇറങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് ടൈം എടുക്കും പേഷ്യൻസിനെ കിട്ടാൻ, അല്ലെങ്കിൽ നമുക്കൊന്ന് ക്ലച്ച് പിടിക്കാൻ നമുക്ക് ടൈം എടുക്കുമല്ലേ. അപ്പോൾ നല്ലൊരു ഡോക്ടറായിട്ട് അറിയപ്പെടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ടൈമിൽ നമുക്കൊരു ബേർഡൻ ആവാത്ത രീതിയിൽ റെൻറ്റ് കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് മാത്രം നോക്കിയാണ് ഞാൻ സൈറ്റ് ചൂസ് ചെയ്തത്. അപ്പോൾ ഇതെനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു റെൻറ്റിൽ കിട്ടിയതാണ്. അപ്സ്റ്റേഴ്സ് ആയിരുന്നു. കുറച്ചും കൂടെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇരട്ടി റെൻറ്റും ഡെപ്പോസിറ്റും ഒക്കെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതെന്തായാലും വേണ്ടാന്ന് വിചാരിച്ചു. ബിഗിനർ ഫസ്റ്റ് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ എപ്പോഴെങ്കിലും ഓൺ ബിൽഡിങ്ങിലോട്ടൊക്കെ മാറാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. അങ്ങനെ സൈറ്റ് സെലക്ട് ചെയ്തു. ഒരുപാട് സൈറ്റ് പോയി നോക്കിയായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാം കൂടെ നമുക്ക് ബഡ്ജറ്റും അതുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആംബിയൻസ്, അതായത് നല്ല ലൈറ്റും ഒരു ഇത് നമുക്ക് 2 കടമുറിയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ എൻ്റെ മൈൻഡിൽ എനിക്ക് ഇഷ്ടമായി ആ ഒരു സ്പേസ്. അതുപോലെ അപ്സ്റ്റേഴ്സ് ആണെങ്കിലും മുകളിൽ നിൽക്കുമ്പോൾ കാണുന്ന വ്യൂ ഒക്കെ നല്ലതാണ്. അതുപോലെ ലൊക്കേഷനും അത്യാവശ്യം ആളുകൾ കൂടുന്ന ഒരു സ്പേസിലായിരുന്നു. അതുകൊണ്ട് എന്തായാലും അത് ചൂസ് ചെയ്തു. പിന്നെ ഉള്ളത് ഓരോ കാര്യങ്ങളും ഓരോ രീതിയിൽ, അതായത് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ നിന്നില്ല. ഓരോ കാര്യങ്ങളും ഓരോ ടൈമിൽ അപ്പം ചെയ്ത് തീർക്കാനായിട്ട് ഞാൻ നോക്കി. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ സ്റ്റെപ്പായിരുന്നു. ഇതിനകത്തുനിന്ന് ഒരുപാട് ചുറ്റി കയറുന്ന ഒരു ടൈപ്പ് സ്റ്റെപ്പായിരുന്നു ഉള്ളത്. അപ്പോൾ അതെന്തായാലും പേഷ്യൻസിന് പറ്റത്തില്ല. ഓൾറെഡി അപ്സ്റ്റേഴ്സ് തന്നെ കുറച്ച് പ്രശ്നമാണ് ചിലർക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പും കൂടി ആകുമ്പോൾ എന്തായാലും പറ്റത്തില്ല. അപ്പോൾ കുറച്ച് പൈസ മുടക്കിയായാലും ആ സ്റ്റെപ്പ് എന്തായാലും സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ജസ്റ്റ് കയറി ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് വീണ്ടും കയറുന്ന രീതിയിലൊരു സ്റ്റെപ്പ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഏകദേശം എനിക്കൊരു 30,000 ആയി കേട്ടോ. കാരണം അതിൽ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. അത്രയും സ്ട്രെങ്തിൽ നല്ല രീതിയിൽ തന്നെ അത് ചെയ്യണം. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു ഏരിയ കണ്ടില്ലേ, ഇത് ഫുള്ള് കോൺക്രീറ്റ് ഒന്നും ചെയ്യാതെ ആകെ ഫുൾ വേസ്റ്റ് ആയിരുന്നു. അതൊരു ലോഡ് വേസ്റ്റ് നമ്മൾ പറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ക്ലീൻ ചെയ്ത് ആ ഒരു ഏരിയ ലെവൽ ചെയ്തിട്ട് അവിടെ കോൺക്രീറ്റ് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ മുകളിൽ നമ്മുടെ കടമുറി ക്ലീൻ ചെയ്യാനായിട്ട് കയറുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വരെ വളരെ അത് കഴിഞ്ഞാലേ നമുക്ക് ഉള്ളിലോട്ട് എന്തായാലും ചെയ്യാൻ പറ്റുള്ളൂ എന്നറിയാമായിരുന്നു. അപ്പോൾ അത് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഈ ടൈമിൽ കുറേ പ്ലാനും ഇൻറ്റീരിയർ ഡിസൈനിങ് ഒന്നും ഇല്ലായിരുന്നു. എല്ലാം എൻ്റെ ഓൺ പ്ലാനാണ്. ഞാൻ കുത്തിയിരുന്ന് പേപ്പറിൽ വരയ്ക്കും, ഹസ്ബൻഡിനോട് പറയും, ബാക്കി നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് ഓരോന്നും ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ അകത്ത് ക്ലീൻ ചെയ്യുവാണ്. അപ്പോൾ ഈ ക്ലീനിങ് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പെയിൻറ്റിങ് ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഫ്ലോറും കഴുകി ഇറക്കുന്നുണ്ട്. അത്രയ്ക്കും പൊടിയാണ്. അടച്ചിട്ടിരുന്ന ഒരു ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല പൊടിയായിരുന്നു. അപ്പോൾ നമ്മൾ കഴുകി ഇറക്കുവാണ്. അപ്പോൾ ക്ലീനിങ്ങിന് ഞാനും ജോയിൻ ചെയ്തു. കാരണം നമ്മുടെ ഡ്രീമിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫേസിൽ നമ്മൾ ചെയ്തു പോകും. ആ ഒരു ഓട്ടപ്പാച്ചിലിൽ നമുക്ക് എങ്ങനെയെങ്കിലും അത് സെറ്റ് ചെയ്യണം. അതുപോലെ എല്ലാ കാര്യങ്ങളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണം, നമ്മളെ ഇഷ്ടത്തിന് ചെയ്യണം. അങ്ങനെ കുറേ മൈൻഡിൽ കുറേ തോട്ട്സ് ഉണ്ടാവും. എന്തായാലും സ്ട്രഗിൾ ചെയ്യാനായിട്ട് ഇറങ്ങുക. അത് നമ്മുടെ ഡ്രീമിന് വേണ്ടിയാവുമ്പോൾ അത് നല്ല രസമാണ് അല്ലേ. ഇപ്പോൾ 1 ഇയറിന് ശേഷം ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഞാൻ എന്നെ തന്നെ ആലോചിച്ച് പ്രൗഡാണ്. കാരണം ഓടി നടന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതെല്ലാം എനിക്ക് എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു മൈൻഡുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലോറിംഗ് ആണ് ചെയ്തത്. ഫ്ലോറിങ്ങിന് പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തതാണ് ഈ ഒരു ഫ്ലോറിൽ നമുക്കിങ്ങനെ ഒരു മാറ്റ് വിനൈൽ ഫ്ലോറിങ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ വിനൈൽ ഫ്ലോറിങ്ങിൻ്റെ മെറ്റീരിയൽ തന്നെ ഞാനിങ്ങനെ കുറേ സെർച്ച് ചെയ്തിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ എടുക്കുകയാണ് ചെയ്തത്. ആളുകളെ വിളിച്ചിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്തത്. അതെല്ലാം കൂടി ഏകദേശം എനിക്കൊന്ന് 8,000 ആണ് ആയത്. മെറ്റീരിയൽ കോസ്റ്റും അതിന് വാങ്ങിയ ഗമ്മും ലേബർ ചാർജും എല്ലാം കൂടി 8,000 റേഞ്ചിലാണ് വന്നത്. പിന്നെ ഇതിനിടയ്ക്ക് പെയിൻറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞത് 2 ദിവസത്തെ വർക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ
ഇൻറ്റീരിയർ വർക്ക് ചെയ്യുവാണ്. അതായത് വേറൊന്നുമില്ല, അലൂമിനിയം ഫാബ്രിക്കേഷനാണ് ചെയ്യുന്നത്. ഇതെല്ലാം എൻ്റെ പ്ലാനിൽ ഞാൻ പറയുന്ന രീതിയിൽ അവർ ചെയ്തു തരുന്ന ആ ഒരു രീതിയിലാണ്. അപ്പോൾ അതിലും നമ്മൾ എന്താ പറയുക, മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. സ്ഥലത്ത് മാത്രമായിരിക്കും നമുക്കത് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് വേണ്ടത്. ചിലത് ജസ്റ്റ് ഒരു സെപ്പറേഷൻ പോലെയോ അങ്ങനെ പാർട്ടീഷൻ പോലെയൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് ഏറ്റവും ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ഹൈ തിക്നെസ് ഉള്ള മെറ്റീരിയലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നോക്കിയിട്ട് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയത് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സും അതുപോലെ സ്റ്റാൻഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് വേണമല്ലോ മെഡിസിൻസ് സ്റ്റോർ ചെയ്യാൻ. അതുപോലെ പിൽസ്, ഗ്ലോബ്യൂൾസ്, ടാബ്ലറ്റ്സ് ഇതെല്ലാം സ്റ്റോർ ചെയ്യാനും ഡിസ്പെൻസ് ചെയ്യാനും കുറേ നമുക്ക് എന്താ പറയുക കണ്ടെയ്നേഴ്സ് വേണം. അതുപോലെ സ്റ്റാൻഡ് വേണം. അങ്ങനെ കുറേ പ്ലാസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ ഈ ചെയറാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഹോൾസെയിലായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഒരു ഫാക്ടറി പോലത്തെ ഒരു യൂണിറ്റ് ഉണ്ട്. അത് നമ്മുടെ ആറ്റിങ്ങൽ കോറാണിയിലാണ്. അപ്പോൾ ഇത്താൻ്റെ വീടിനടുത്താണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയിട്ട് നമ്മളെല്ലാം പർച്ചേസ് ചെയ്തെടുത്തു. ഒരു മൂവായിരുന്നു. കാരണം അവിടെ നമുക്കിങ്ങനെ ഹോൾസെയിലായിട്ട് ഇത്രയും ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ എടുക്കേണ്ടി ഉള്ളതുകൊണ്ട് ലിസ്റ്റ് എടുത്തിട്ട് ഞാൻ അവിടെ പോയിട്ട് നമ്മളെല്ലാവരും കൂടെ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം റെസ്റ്റ് ഉണ്ടാകത്തില്ല. കാരണം ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസത്തിനകം എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ DMO ഓഫീസിൽ പോയിട്ട് നമ്മൾ ലൈസൻസിൻ്റെ കാര്യം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഒരു ക്ലിനിക്കിൻ്റെ ലൈസൻസ് എടുക്കുന്നതെന്ന്, ഹോമിയോ ക്ലിനിക്കിൻ്റെ കേട്ടോ. ഏതെങ്കിലും ആണെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും. നമുക്ക് DMOനെ കണ്ടിട്ട് ചെയ്യേണ്ട കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് DMO വിസിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ബാക്കി പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ അലൂമിനിയം ഫാബ്രിക്കേഷൻ ഏകദേശമായി. ഇതിനിടയിൽ നമ്മൾ സർജിക്കൽ കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ എക്സാമിനേഷൻ ടേബിളും അതുപോലെ വെയിങ് മെഷീൻ, സിസേഴ്സ്, ഫസ്റ്റ് കിറ്റ്, അതുപോലെ എക്സാമിനേഷൻ ടേബിളിൻ്റെ കൂടെ ഉള്ള സ്റ്റൂൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സർജിക്കൽ കാര്യങ്ങൾ എല്ലാം, ഗ്ലൂക്കോമീറ്റർ, പൾസ് ഓക്സിമീറ്റർ ഇതെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. തെർമോമീറ്റർ ഇത് തന്നെയാണ്. നമുക്കൊരു സർജിക്കൽ സ്റ്റോറുണ്ട്, അവിടെ നിന്നാണ് വാങ്ങിയത്. അത് ഏകദേശം ഒരു 25,000 റേഞ്ചിൽ വന്നിട്ടുണ്ട്. ഇത്രയും ചെയ്തപ്പോൾ തന്നെ വലിയ ബഡ്ജറ്റിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തു. പിന്നെ നമുക്ക് ഡെയിലി ഓരോ പ്രോഡക്റ്റ്സ് വരുമായിരുന്നു. കാരണം ആമസോണിൽ ഞാനിങ്ങനെ ഓരോ സ്റ്റിക്കേഴ്സ് പോലും ഇങ്ങനെ ആലോചിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ടേബിൾ നമ്മുടെ ഒരു പഴയ ടേബിൾ തന്നെ, അതൊന്ന് സെറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ടേബിൾ വാങ്ങിക്കാൻ പോയിട്ടില്ല, കാരണം അത്യാവശ്യം അത് മതിയെന്ന് തോന്നി. പിന്നെ ഒരു പാർട്ടീഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നത് ഇതുപോലെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, ബുക്ക് ഷെൽഫ്. ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് അടിപൊളി ഒരു ഷെൽഫാണ്. അതുപോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ അൺബോക്സ് ചെയ്യും. അപ്പോൾ മെഡിസിന് വേണ്ടിയിട്ട് ഇതുപോലെ ഷെൽഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതത്ര ക്വാളിറ്റി ഉള്ളതല്ലായിരുന്നു. മൾട്ടി വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു വലിയൊരു 6 ഫീറ്റ് പീസാണെന്ന് തോന്നുന്നു കേട്ടോ. 1400 രൂപയോ 1200 രൂപയോ ഉള്ളൂ ഒരെണ്ണം. അതൊരെണ്ണം വാങ്ങി ഫാർമസിൻ്റെ ഷെൽഫ് ഒരു കാർപ്പൻറ്ററിനെ വെച്ചിട്ട് ചെയ്യുവാണ്. ഈ മാമനാണ് ചെയ്തു തന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല ഒരു ഐഡിയ ആയിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്യാം, നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവും, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് DMO ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൈസൻസ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതെന്ന് മനസ്സിലാവും, കാരണം അത്രയ്ക്കും കഷ്ടപ്പാടുണ്ട് ഇതിൻ്റെ പിറകെ നടക്കുമ്പോൾ. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് രാമചന്ദ്രനിൽ കയറിയിട്ട് നമ്മുടെ ഫ്രെയിം സെറ്റാക്കുവാണ്. രാമചന്ദ്രനിൽ അത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നമ്മുടെ ലൈസൻസിൻ്റെ രജിസ്ട്രേഷൻ്റെയും പിന്നെ ഹാനിമാൻ്റെ ഫോട്ടോ അതുപോലെ കുറച്ച് ഫ്രെയിംസ് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാമചന്ദ്രനിൽ പോയി അതെല്ലാം അന്ന് സെറ്റ് ചെയ്തു. ഇതൊക്കെ ശരിക്കും ഉദ്ഘാടനത്തിൻ്റെ കുറച്ച് ദിവസം മുന്നേ ആണ് കേട്ടോ. എല്ലാം സെറ്റ് ചെയ്യുവാണ്. അതിനിടയ്ക്ക് നമ്മുടെ ഫ്ലെക്സിൻ്റെ പണി നടന്നു. ഫ്ലെക്സിന് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 20,000ഓളം ആയി. കാരണം LED ഫ്ലെക്സാണ്, ലൈറ്റ് ഫ്ലെക്സാണ് ഫ്രണ്ടിലും സൈഡിലും വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർ നമുക്കൊരു ആംഗിൾ വന്ന് ചൂസ് ചെയ്ത് ദൂരേന്ന് വരുമ്പോഴേ കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്ത ഒരു ഫ്ലെക്സാണ്. പിന്നെ അതുപോലെ നമുക്ക് അകത്തും കുറേ ബാനറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റിക്കർ ടൈപ്പ് ലേബലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്താണ് ഈ ഒരു റേഞ്ച് വന്നത്. ചുറ്റും പോയി നോക്കുവാണ് കേട്ടോ എങ്ങനെയുണ്ട്, ആ വ്യൂ ഒക്കെ എങ്ങനെയുണ്ടെന്ന്. അത് കഴിഞ്ഞ് നമ്മൾ മെഡിസിൻസ് ഈ ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ മെഡിസിൻസ് ഒക്കെ ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്, ലേബലൊക്കെ ചെയ്തിട്ട് നമ്മുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ മെയിൻ എക്സൈറ്റഡ് ആയിട്ടിരുന്നതാണ് എൻ്റെ ചെയർ കേട്ടോ. അതിപ്പോഴും ഞാൻ ഹാപ്പിയാണ്. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമായി. കാരണം ഈ ഒരു ബഡ്ജറ്റിൽ അത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേരും നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു. കാരണം നല്ല കംഫർട്ടബിളാണ്. ഇതിന് ലംബാർ സപ്പോർട്ടും ആംറെസ്റ്റും അതുപോലെ പുഷ് ബാക്ക് പോലെ വെക്കാം. അപ്പോൾ അതൊക്കെ വളരെ നല്ല ഒരു കാര്യമായിട്ട് തോന്നി.
അങ്ങനെ പണിയൊക്കെ നടക്കുമ്പോൾ ഓരോ റിലേറ്റീവ്സും നാട്ടുകാരൊക്കെ ജസ്റ്റ് കയറി കാണുന്നുണ്ട് കേട്ടോ ക്ലിനിക്ക് എന്തായെന്ന്. പിന്നെ ഒരു കാര്യം റിസ്ക് എടുത്തിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്, വേറെ ഒന്നുമില്ല, ലിറ്റ്മാൻ്റെ സ്റ്റെത്താണ്. അറിയാം, ഒരു ഡോക്ടറിൻ്റെ ഡ്രീമായിരിക്കും ലിറ്റ്മാൻ്റെ സ്റ്റെത്ത് എന്ന് പറയുമ്പോൾ. ഏകദേശം ഞാനിത് ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്തത്. നെയിം എൻഗ്രേവ് ചെയ്തതാണ് കേട്ടോ. റാസ്ബെറി പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ്, റാസ്ബെറി റെയിൻബോ കളർ അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ലിറ്റ്മാൻ ക്ലാസിക് 3 ആണ് ഓർഡർ ചെയ്തത്. അത് ഏകദേശം 10,000 സംതിങ് ആയി. അതാണ് മെയിൻ ട്വിസ്റ്റ്. അതായത് അത് വന്നത് ഉദ്ഘാടനത്തിൻ്റെ ജസ്റ്റ് കുറച്ച് മണിക്കൂർക്ക് മുന്നേ ആണ് അത് ഡെലിവർ ആയത്. അതും എനിക്കൊന്ന് പഠിച്ചാൽ സെറ്റാക്കി തന്നെയാണ്. കാരണം ഉദ്ഘാടനത്തിന് കുറച്ച് മണിക്കൂർ മുന്നേ അത് സെറ്റാക്കി, അത് കറക്റ്റ് എത്തി, നമ്മുടെ കയ്യിൽ അത് കിട്ടി. അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അത്. പിന്നെ നമ്മൾ ഓഗസ്റ്റ് 1, 2024 ഉദ്ഘാടനം ചെയ്ത് കയറുന്ന മൊമെൻ്റാണ് കേട്ടോ. പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. പിന്നെ നമ്മുടെ അടുത്ത റിലേറ്റീവ്സ് നാട്ടുകാരും പള്ളിയിലെ ഉസ്താദൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കൺസൾട്ടേഷനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇവിടെ അടുത്തുള്ള ഹോട്ടലിൽ പോയിട്ട് നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഈവനിങ് ആയപ്പോൾ ഓപ്പൺ ചെയ്ത് കൺസൾട്ടേഷൻ തുടങ്ങി. ആൻഡ് അന്നത്തെ ഡേ അതായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഓരോ ദിവസങ്ങളും പോയി ഇപ്പോൾ ഇതാ 1 വർഷം ആവുകയാണ് നമ്മുടെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായി, അതുപോലെ ഒരുപാട് ഫെയിലേഴ്സ് ഉണ്ടായി, ഒരുപാട് സക്സസ് ഉണ്ടായി. എല്ലാത്തിനും പഠിച്ചതിനോട് നന്ദി. അതുപോലെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് ഓൺലൈൻ കൺസൾട്ടേഷൻസ് കിട്ടി. എബ്രോഡ് കുറേ മെഡിസിൻസ് അയച്ചിട്ടുണ്ട്. അതുപോലെ ഓൺലൈൻ കൺസൾട്ടേഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ക്ലിനിക്കിനകത്ത് നിന്നാൽ വഴിയോരക്കട കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ ക്ലിനിക്ക് വരുന്നത്. അപ്പോൾ ആരെങ്കിലും അതുവഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയേക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഓരോ ദിവസവും, അതായത് ഓരോ സീസണും നമ്മൾ അതിലൂടെ കടന്നു പോയത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് മനസ്സിലാവുന്നത്, മഴക്കാലം വന്നു, അതുപോലെ വിൻ്റർ സീസൺ വന്നു, പിന്നെ സമ്മർ സീസണായി ഇപ്പോൾ. അങ്ങനെ ഓരോരോ സീസണും നമ്മൾ ശരിക്കും അവിടെ നിന്ന് കണ്ട് മാറുവാണ്. നമുക്ക് പിന്നെ മെഡിസിൻസ് ബൾക്കായിട്ട് എടുത്തു വെച്ചത് കൊണ്ട് അത് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും. ഇതുപോലത്തെ നമ്മുടെ ബോട്ടിൽസ്, അതുപോലെ ഓയിൽ ക്യാൻ, ഷുഗർ ഓഫ് മിൽക്ക്, പിൽസ്, ബോട്ടിൽസ്, അതൊക്കെയാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത്. അത് നമ്മൾ സ്റ്റോക്ക് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ക്ലിനിക്ക് ഇടുമ്പോഴത്തേക്ക് അറിയാമല്ലോ, മെഡിക്കൽ റെപ്സ് വരും. അപ്പോൾ അവരുടെ കുറേ പ്രോഡക്റ്റ്സൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരും. അതൊക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ റെയിനി സീസൺ ആകുമ്പോൾ ഇതാണ് മെയിൻ. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. ശരിക്കും ഇത് നേരത്തെ കിടന്ന ആ ഒരു രൂപവും ഇപ്പോൾ നമ്മുടെ ഡ്രീം പ്ലേസ് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് സ്പേസ് ആയിട്ട് മാറി. അവിടെ കയറുമ്പോൾ തന്നെ ശരിക്കും ഇപ്പോഴും നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ശരിക്കും ഒരു എന്താ പറയുക, സ്ട്രെസ്ഡായിട്ട് ഫീൽ ചെയ്യാറില്ല. ചില കേസസൊക്കെ വരുമ്പോൾ, ചില പേഷ്യൻസിൻ്റെയൊക്കെ ഒരു ചില സ്റ്റേജസിൽ നമുക്കൊരു സ്ട്രെസ്സ് വരുമെങ്കിലും അത് പിന്നെ ഓക്കെ ആവുന്നുണ്ട്. ശരിക്കും ആ ഒരു ആംബിയൻസ് ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ആ ക്ലിനിക്കിൽ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഐ ആം സോ ഹാപ്പി. ഇതാണ് നമ്മുടെ മെഡിസിൻ ഷെൽഫ് കേട്ടോ. നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. കോസ്മെറ്റിക് പ്രോഡക്ട്സ് എടുത്ത് പർച്ചേസ് ചെയ്ത് വെക്കാറുണ്ട്. അതും നല്ല ഫാസ്റ്റ് മൂവിങ് ആണ് കേട്ടോ ക്ലിനിക്കിൽ. ഇതിൻ്റെ ഒരു ബൾക്ക് പർച്ചേസിങ് ഞാൻ ഈ റീസെൻ്റ്ലി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ക്ലിനിക്ക് തുടങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല, എത്ര എക്സ്പെൻസ് ആവും എന്നറിയില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കേട്ടോ. എന്നിട്ട് അത് എന്തെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രീം ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആണെങ്കിൽ ക്ലിനിക്ക് ഇടുന്നതാവാം, എന്താണോ നമ്മുടെ ഡ്രീം, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അത് ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുക, അതിലോട്ട് ഇറങ്ങിയാൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ.
അല്ലാതെ അത് വെറും ഒരു ഡ്രീമായിട്ട് തന്നെ ഇരിക്കും. അതിലോട്ട് നമ്മൾ ഇറങ്ങി തുടങ്ങുമ്പോൾ ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ കഴിഞ്ഞ് നമ്മുടെ ഡ്രീമിലോട്ട് എത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിലോട്ട് അടുക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് നമ്മുടെ ക്ലിനിക്കിൽ റീസെൻ്റ്ലി ഇറക്കിയ ഒരു ഐഡിയ ആണ് കേട്ടോ. ഹോമിയോപ്പതിക് എമർജൻസി കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. വളരെ എഫക്റ്റീവാണ് കേട്ടോ. അതായത് ഹോമിയോപ്പതിക് എമർജൻസി കിറ്റാണ്. 10-40 അക്യൂട്ട് കേസസിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. പിന്നെ എല്ലാം നമ്മുടെ പാഷനാണ്. അതുപോലെ ഒരു ഡോക്ടർ ആവുമ്പോൾ അതൊരു സർവീസാണ് അല്ലേ. ശരിക്കും അതിനൊരു ബിസിനസ് മൈൻഡ് എന്നതിലുപരി ഞാനൊരു സർവീസായിട്ട് കാണുന്ന ആളാണ്. ശരിക്കും എനിക്ക് പേഷ്യൻസിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ അവർക്ക് ക്യൂർ ആവണം. ഫസ്റ്റൊക്കെ എനിക്ക് ഒരുപാട് നഷ്ടം അതിലുണ്ടായി. കാരണം ഞാൻ അതിൽ കൂടുതൽ അതായത് നമ്മൾ കൺസൾട്ടേഷൻ കുറയ്ക്കാറുണ്ട്. പക്ഷേ ചില കേസസിൽ അത് പിന്നെ ഞാൻ റിയലൈസ് ചെയ്യുന്നത്. കാരണം എനിക്കവിടെ പേഷ്യൻറ്റിൻ്റെ ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പെൻസോ അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കിൻ്റെ ആ ഒരു എക്സ്പെൻസോ അതൊന്നും ഞാൻ ആലോചിച്ചില്ല. പക്ഷേ ശരിക്കും കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അത് മാനേജ് ചെയ്ത് നമുക്കതിനനുസരിച്ചിട്ടുള്ള കൺസൾട്ടേഷനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. കൺസൾട്ടേഷൻ ഫീസ് സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ എക്സ്പീരിയൻസ് വഴി അത് ഓക്കെ ആയിക്കോളും. ആരും അതിനെപ്പറ്റിയൊന്നും പേടിക്കണ്ട കേട്ടോ. ആദ്യം നമുക്ക് കുറേ ഫെയിലേഴ്സും കുറേ കാര്യങ്ങളും, പക്ഷേ അതിലൂടെ നമ്മൾ പഠിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് അത് വേറെ ആർക്കും പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമല്ല. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കണം. പിന്നെ ആസ് എ ഡോക്ടർ നമുക്ക് ഏറ്റവും വേണ്ടത് ഐ തിങ്ക് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഡിഗ്രീസിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വേണ്ടത് എക്സ്പീരിയൻസാണ്. ആ ഒരു പേഷ്യൻ്റ് ഫിസിഷ്യൻ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കേസസ്, നമ്മൾ ഡീൽ ചെയ്യുന്ന കേസസ്, നമുക്കുണ്ടാകുന്ന ഫെയിലേഴ്സ്, നമുക്കുണ്ടാകുന്ന സക്സസ്, ഇതെല്ലാം ചേർന്നാണ് ഒരു ഗുഡ് ഡോക്ടർ അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് മാക്സിമം എവിടെ നിന്ന് കിട്ടുന്നോ അത് നേടാൻ നോക്കുക. അത്യാവശ്യം നമുക്ക് നല്ല റിസൾട്ട്സൊക്കെ കിട്ടുന്നുണ്ട് എന്നും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഫെയിലാവുന്ന കേസസും ഉണ്ടാവും. അപ്പോൾ ഫെയിലാവുന്നത് എവിടെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക, അതിനെപ്പറ്റി പഠിക്കുക, അത് വീണ്ടും കേസ് ഒന്നും കൂടി മനസ്സിലാക്കി അനലൈസ് ചെയ്ത് ഇനി വരുമ്പോൾ അല്ലെങ്കിൽ ഇനി അങ്ങനത്തെ കേസസിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നൊക്കെ നമുക്ക് റെഫർ ചെയ്യാം. അതുപോലെ PGക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ PG പ്രിപ്പറേഷൻസ് നോക്കാം. ക്ലിനിക്കിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു ഡോക്ടർ ആകുമ്പോൾ ഒരു ഗുഡ് ലിസണർ ആവുക. ഇപ്പോൾ ലിസണേഴ്സാണ് കുറഞ്ഞു വരുന്നത്. എല്ലാവരും ബിസിയാണ് അവരുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ മറ്റൊരാളെ കേട്ടിരിക്കാൻ ആർക്കും സമയമില്ല, എല്ലാവരും ബിസിയാണ്. അപ്പോൾ ഒരു പേഷ്യൻ്റ് എന്ന നിലയിൽ അവർ വരുന്നത് ശരിക്കും അവർ പറയുന്ന അവർക്കുള്ള പ്രോബ്ലംസ് എന്താണ്, അവർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ കേൾക്കുക. അത് ഫസ്റ്റ് കേൾക്കുക. അത് ശരിക്കും എനിക്ക് തോന്നുന്നു ഹോമിയോപ്പതിയിൽ ഒരു ഡീറ്റെയിൽ കേസ് ടേക്കിംഗ് തന്നെയുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി അത് കേൾക്കുന്നുണ്ട്. ആൻഡ് അത് പേഷ്യൻസിന് നല്ലൊരു റിലീഫ് കിട്ടുന്നത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരിക്കും അവർക്കത് പറയുമ്പോൾ തന്നെ പകുതിയോളം റിലീഫ് കിട്ടുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം എന്താണ് കംപ്ലൈൻ്റ് എന്ന് പറയാതെ നമുക്കൊരു കൺസൾട്ടേഷൻ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്റ്റിൽ ആ മനസ്സിൽ അയ്യോ ഞാൻ അത് പറഞ്ഞില്ലല്ലോ, ഇത് പറഞ്ഞില്ലല്ലോ, ഡോക്ടറിൻ്റെ അടുത്ത് അതെനിക്ക് പറയാൻ പറ്റിയില്ല, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലൂടെ പേഷ്യൻ്റ് ഇറങ്ങുമ്പോൾ തന്നെ ശരിക്കും പകുതിയോളം അസുഖവും അവിടെ സ്റ്റിൽ നിൽക്കുവാണ്. മരുന്ന് കഴിച്ചാലും മാറാത്ത മൈൻഡിൽ ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും. ഒരുപാട് തിരക്കൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് എല്ലാവരെയും കേട്ടുകൊണ്ടിരിക്കാൻ സമയം ഉണ്ടാവില്ല. എന്നാലും മാക്സിമം അവരുടെ മെയിൻ ട്രബിൾസ് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കി കേട്ടിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു റെമഡി നമ്മൾ കൊടുക്കുക.
ഗ്ലോ ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫുഡും വെയിറ്റ് ലോസ് വീഡിയോസൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. Thanks for watching this video. Bye.